VS കാണാൻ ജനസാഗരം ഒഴുകിയെത്തുകയാണ്. വിലാപയാത്ര മുന്നോട്ടു നീങ്ങുന്നു. ആ ചോരാത്ത പോരാട്ട വീര്യത്തിന് അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. ഓരോരുത്തരും തങ്ങളുടെ പ്രിയ സഖാവിന് അവസാന യാത്രാമൊഴിയേകുകയാണ്, വിട ചൊല്ലുകയാണ്. VS അച്യുതാനന്ദൻ ഇനി ഓരോ മലയാളികളുടെയും മനസ്സിനുള്ളിലെ ജ്വലിക്കുന്ന ഓർമ്മയാവുകയാണ്. വീണ്ടും ജന്മനാട്ടിലേക്ക് അവസാനമായി വീണ്ടും എത്തിയിരിക്കുകയാണ് VS അച്യുതാനന്ദൻ. കഴിഞ്ഞ 6 വർഷമായി വിശ്രമ ജീവിതത്തിലായിരുന്നു VS എങ്കിലും ജനങ്ങളുടെ സ്നേഹത്തിന് അതൊന്നും തന്നെ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. ഇപ്പോഴും ജ്വലിക്കുന്ന ഓർമ്മയായി VS ഓരോ മലയാളിയുടെയും ഉള്ളിലുണ്ട് എന്നത് തെളിയിക്കുന്നതായിരുന്നു പാതയോരങ്ങളിലെ ആ ജനക്കൂട്ടം. തൊഴിലാളി വർഗത്തിന്റെ ധീരപുത്രൻ അന്ത്യവിശ്രമത്തിനായി ഇതാ ജന്മനാട്ടിലേക്ക് എത്തുകയാണ്. തിക്കും തിരക്കും പെരുമഴയും അവശതയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് പതിനായിരങ്ങൾ തന്നെയായിരുന്നു തെരുവിൽ നിലയുറപ്പിച്ചത്. അവരുടെയൊക്കെ വിപ്ലവാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് VS പുന്നപ്ര വയലാറിന്റെ ആ ചുവന്ന മണ്ണിലേക്ക് വീണ്ടും എത്തുന്നത്. ഇന്നലെ 2:30 ആരംഭിച്ച വിലാപയാത്രയാണ്. ഓരോ പോയിന്റിലും അക്ഷരാർത്ഥത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ട് തന്നെയാണ് ആ വിലാപയാത്ര മുന്നോട്ട് നീങ്ങിയത്. രാത്രി വളരെ വൈകിയും ഓരോ ഇടങ്ങളിലും തിങ്ങി നിറഞ്ഞ ജനസാഗരം തന്നെയായിരുന്നു. അവരൊക്കെ നിറഞ്ഞ കണ്ണുകളോടുകൂടി VSനെ കാത്തു നിൽക്കുകയാണ്. VS കടന്നുപോയപ്പോൾ മുഷ്ടി ചുരുട്ടി അഭിവാദ്യമർപ്പിച്ചുകൊണ്ടാണ് അവരൊക്കെ VSന് വിട ചൊല്ലിയിരിക്കുന്നത്. പുന്നപ്ര വയലാറിൽ ചോര ചിന്തിയ രക്തസാക്ഷികൾക്കൊപ്പമാണ് ഇനി അധികം വൈകാതെ സഖാവ് മണിചേരാൻ പോകുന്നത്, അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷ് പട്ടാളത്തിനെയും അതുപോലെ തന്നെ SRCPയുടെയും ദുർഭരണത്തെയൊക്കെ നേരിട്ടുകൊണ്ടായിരുന്നു VS എന്ന ആ മനുഷ്യൻ അവകാശത്തിനായുള്ള, തൊഴിലാളികൾക്കായുള്ള പോരാട്ടം ആരംഭിച്ചത്. അവിടെ നിന്ന് തുടങ്ങിയ പോരാട്ടമാണ് ഏറ്റവും ഒടുവിൽ ആശുപത്രി കിടക്കയിൽ പോലും 1 മാസം നീണ്ട ജീവിതത്തോടും മരണത്തോടുമുള്ള പോരാട്ടമായിരുന്നു VS നടത്തിയത്. ഒടുവിൽ 1 മാസത്തിന് ശേഷം, 1 മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം VS മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മരണത്തെ ജയിച്ച നേതാവ് എന്ന് തന്നെ VSനെ കുറിച്ച് പറയേണ്ടി വരും. VS അച്യുതാനന്ദൻ ഒരിക്കലും മരിക്കില്ല, ജനങ്ങളിലൂടെ ജീവിക്കുന്നു എന്നാണ് ഓരോരുത്തരും പറയുന്നത്. ഇല്ല ഇല്ല, മരിക്കില്ല, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ് ഓരോ കേരളീയനും ഇപ്പോൾ ഉറക്കെ ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സമരഭരിതമായ ഒരു കാലത്തിന്റെ അടയാളവാക്യമായി ഇതാ കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ, കേരള ചരിത്രത്തിൽ VS എന്ന ജ്വലിക്കുന്ന ആ പേര് ഓർമ്മയാവുകയാണ്, ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. വിപ്ലവത്താൽ ചുവന്ന മണ്ണിൽ ചുവപ്പ് പുതച്ചുകൊണ്ട് വീണ്ടും VS എത്തുകയാണ്. ഇപ്പോൾ നങ്ങ്യാർകുളങ്ങരയിലേക്ക് VSന്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര എത്താൻ പോകുന്നു. ഇനിയും കുറച്ചു ദൂരം കൂടി പിന്നിടാനുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച വിലാപയാത്രയാണ് തിരുവനന്തപുരവും കൊല്ലവും മാത്രം പിന്നിടാനെടുത്തത് ഏതാണ്ട് 17 മണിക്കൂറുകളോളമാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നു. VSന്റെ ജന്മനാട്ടിലേക്ക് പോവുകയാണ്. VSനെ സംബന്ധിച്ച ആലപ്പുഴയിലെ മണ്ണ് അത്രയധികം പ്രധാനപ്പെട്ടതാണ്. VSന്റെ ഓരോ പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ച, അല്ലെങ്കിൽ ആ വിപ്ലവ വീര്യത്തിന് തുടക്കം കുറിച്ച മണ്ണാണ് ആലപ്പുഴ. അവിടെ നിന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കടക്കം VS അച്യുതാനന്ദൻ എത്തിയത്. അപ്പോൾ ഒരു ചരിത്രപരമായ യാത്രയയപ്പ് തന്നെയാണ് ആലപ്പുഴക്കാർ VSന് നൽകാനും തീരുമാനിച്ചിട്ടുള്ളത്. സമരസഖാവിന് ലാൽ സലാം ചൊല്ലിക്കൊണ്ട് ഓരോ പാതയോരത്തും ആയിരങ്ങൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇരുണ്ട ആകാശമാണ്, കറുത്ത മേഘങ്ങൾ
മഴമേഘങ്ങൾ മൂടിക്കിടക്കുന്നു. പലയിടങ്ങളിലും അതിശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ആയിരങ്ങൾ തന്നെ പാതയോരത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ഇന്നിപ്പോൾ 9 മണിയോടുകൂടി പൊതുദർശനം പുന്നപ്രയിലെ വീട്ടിൽ, വേലിക്കകത്ത് വീട്ടിൽ ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെയും അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി വൈകിയാണെങ്കിലും എത്തുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ഇതാ രാവിലെ 9 മണിയാകാൻ പോകുന്നു. ഇനിയും വീട്ടിലെത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും മണിക്കൂറുകളെടുക്കും അവിടെ എത്താൻ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആരെയും നിരാശരാക്കാതെ, മണിക്കൂറുകൾ കാത്തുന്ന പ്രിയപ്പെട്ടവരെ നിരാശരാക്കിക്കൊണ്ട് എങ്ങനെയാണ് VS-ന് കടന്നു പോകാൻ കഴിയുക? അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണാനുള്ള അവസരം നൽകിക്കൊണ്ട് തന്നെയാണ് വിലാപയാത്ര മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വൈകുന്നതും. എന്തായാലും ഒരു 11 മണിയോടുകൂടി അല്ലെങ്കിൽ 12 മണിയോടുകൂടി വീട്ടിലെത്തിച്ചേർന്നേക്കും. പക്ഷേ അത് മറ്റ് ക്രമീകരണങ്ങളെ തീരുമാനിച്ചത് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളുടെയും തകിടം മറിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇനി എങ്ങനെയാകും പൊതുദർശനം എന്നറിയില്ല. സംസ്കാര ചടങ്ങുകളും വൈകുമെന്നത് ഉറപ്പാണ്. വിലാപയാത്ര ഇപ്പോൾ ആലപ്പുഴയിലെ മണ്ണിലൂടെ മുന്നോട്ട് പോവുകയാണ്. VS-നെ കാണാൻ മഴയെ അവഗണിച്ചും വലിയ ജനപ്രവാഹം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. വിലാപയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. വഴിയിൽ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ പിന്നിലാക്കിക്കൊണ്ട് വിലാപയാത്ര മുന്നോട്ട് പോകുന്നു. പ്രിയ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ
കൂസാതെ എത്തിയിരിക്കുന്ന നിരവധി പേർ. അവരെ സംബന്ധിച്ച് അവരുടെ പ്രിയ നേതാവാണ്. പരാതി കേൾക്കാൻ ഇനിയൊരു VS ഇല്ലല്ലോ എന്ന വിഷമമാണ് ഓരോരുത്തർക്കും. ഇത്തരത്തിൽ നൂറുകണക്കിന് പേർ VSനെ അവസാനമായി കാണാൻ ഓരോ കോണുകളിലും കാത്തു നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷയായിരുന്നു, അവരുടെ ആവേശമായിരുന്നു VS അച്യുതാനന്ദൻ. പാവങ്ങളുടെ പ്രതീക്ഷയുടെ തുരുത്ത് തന്നെയായിരുന്നു നഷ്ടമായിരിക്കുന്നത്. ആ വിഷമം ഓരോരുത്തർക്കുമുണ്ട്. വഴിയിൽ കാത്തു നിൽക്കുന്നവർ മൊബൈൽ ഫോണിലൂടെ ഫോട്ടോ എടുത്തും ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചും മുഷ്ടിചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് VSന്. നങ്ങ്യാർകുളങ്ങരയിൽ എത്തിയിരിക്കുന്നു വിലാപയാത്ര എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇനിയും പിന്നിടാനേറെ ദൂരമുണ്ട്. തിരുവനന്തപുരവും കൊല്ലവും 2 ജില്ല മാത്രം പിന്നിടാൻ മണിക്കൂറുകൾ എടുത്തിരുന്നു. അപ്പോൾ ഇനി ആലപ്പുഴ പിന്നിട്ട് എപ്പോൾ പറവൂരിലെ വീട്ടിലെത്തും എന്നറിയില്ല. എങ്കിലും അവിടെയും കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. ആലപ്പുഴക്കാരുടെ നേതാവാണ് VS അച്യുതാനന്ദൻ. അവിടെ നിന്നാണ് പോരാട്ടങ്ങൾ VS അച്യുതാനന്ദൻ തുടങ്ങിയത്. ആ യാത്ര പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കടക്കം ആ യാത്ര ചെന്ന് അവസാനിക്കുകയാണുണ്ടായത്. അപ്പോൾ അത്രയധികം വികാരഭരിതമായ ഒരു യാത്രയയപ്പ് തന്നെയായിരിക്കും ആലപ്പുഴക്കാരും നൽകാൻ പോകുന്നത്. അവരുടെ സ്നേഹവും അവരുടെ ആദരവും ഒക്കെ അവരുടെ ആ യാത്രയയപ്പിലുണ്ടാകും. ഇപ്പോൾ വിലാപയാത്ര മണിക്കൂറുകൾ വൈകി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.